പ്രിയമുള്ളവരെ, പാസഞ്ചർ എയർ ബാഗുള്ള വാഹനങ്ങളിൽ പതിച്ചിരിക്കുന്ന ഈ ഒരു വാർണിംഗ് ലേബൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം അഥവാ ചൈൽഡ് സീറ്റിൻ്റെ സുരക്ഷിതമായ ഉപയോഗം സംബന്ധിച്ച ഒരു വാർണിംഗ് ലേബലാണിത്. ചൈൽഡ് സീറ്റിൻ്റെ സുരക്ഷിതമായ ഉപയോഗം, സീറ്റിൻ്റെ സുരക്ഷിതമായ പൊസിഷൻ, എയർ ബാഗും സീറ്റ് ബെൽറ്റും നൽകുന്ന സുരക്ഷിതത്വം എന്താണ്, ചൈൽഡ് സീറ്റിനെ സംബന്ധിച്ച നമ്മുടെ നിയമവശങ്ങൾ എന്താണ് തുടങ്ങിയവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. മുതിർന്നവർ കുഞ്ഞുങ്ങളെ മടിയിൽ ഇരുത്തിയോ കിടത്തിയോ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള ഒരു പൊതുബോധം 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ വിയോഗത്തോടെ സമൂഹത്തിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് തോന്നുന്നില്ല. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സുരക്ഷാ വീഴ്ച ഇപ്പോഴും പലരും കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചൈൽഡ് സീറ്റുകളെ സംബന്ധിച്ച ഇന്ത്യയിലെ സുരക്ഷാ മാനദണ്ഡമാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 072. UN റെഗുലേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ AIS 072 നിർമ്മിച്ചിരിക്കുന്നത്. 2 തരം സീറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. UN റെഗുലേഷൻ 44 പ്രകാരമുള്ള സീറ്റും UN റെഗുലേഷൻ 129 പ്രകാരമുള്ള സീറ്റും. ഇതിൽ R44 പ്രകാരമുള്ള സീറ്റുകൾ കുട്ടിയുടെ ഭാരത്തെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്നാൽ R129 പ്രകാരമുള്ള സീറ്റുകൾ കുട്ടിയുടെ ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടി ആധുനികമായ രീതി. മുൻപ് സീറ്റ് ബെൽറ്റ് കൊണ്ട് ചൈൽഡ് സീറ്റിനെ ഉറപ്പിച്ച ശേഷം കുട്ടികളെ അതിൽ ഇരുത്തുകയായിരുന്നെങ്കിൽ ഇന്ന് പുതിയ കാറുകളിൽ ബിൽറ്റിൻ ഐസോഫിക്സ് ആങ്കറുകൾ ഉള്ളതുകൊണ്ട് ചൈൽഡ് സീറ്റിനെ നേരിട്ട് തന്നെ ഉറപ്പിക്കാം. വളരെ ഈസിയുമാണ്. കൂടാതെ ബലപ്പെടുത്താൻ ടോപ്പ് ടെതറിംഗ് ആങ്കർ പോയിൻ്റ് കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് വളരെ സുരക്ഷിതവുമാണ്. ബാക്കിലെ സീറ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതം. കുട്ടിയുടെ ഭാരം അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ പ്രായമനുസരിച്ച് സീറ്റിംഗ് പൊസിഷൻ ക്രമീകരിക്കുന്നത് വളരെ പ്രധാനമാണ്. സീറ്റിൻ്റെ കൂടെയുള്ള മാനുവലിൽ ഇതെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 1.5-2 വയസ്സ് വരെ അല്ലെങ്കിൽ കുട്ടിയുടെ ഭാരം 13 കിലോഗ്രാം ആകുന്നത് വരെയെങ്കിലും ചൈൽഡ് സീറ്റിൽ കുട്ടികളെ റിയർ ഫേസിംഗ് ആയി ഇരുത്തി യാത്ര ചെയ്യിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിനൊരു കാരണമുണ്ട്. മുതിർന്നവരെ അപേക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ കഴുത്തിലെ പേശികൾ വളരെ ദുർബലമാണ്. അവരുടെ തലയുടെ ഭാരം താങ്ങാൻ ഈ പേശികൾക്ക് ശക്തി ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെ മുന്നോട്ട് തിരിച്ചിരുത്തിയാണ് യാത്ര ചെയ്യിക്കുന്നതെങ്കിൽ ഒരു സഡൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ ശരീരം മുന്നോട്ടായുന്നത് മൂലം അവരുടെ സെർവിക്കൽ സ്പൈനിന് ക്ഷതം സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നാൽ പിന്നിലേക്ക് തിരിച്ചിരുത്തി, അതായത് റിയർ ഫേസിംഗ് ആയി ചൈൽഡ് സീറ്റിലിരുത്തി യാത്ര ചെയ്യിക്കുമ്പോൾ ഒരു സഡൻ ബ്രേക്കിങ്ങിൽ ക്രാഷ് ഉണ്ടായാൽ പോലും അവരുടെ തല, കഴുത്ത്, നട്ടെല്ല് ഇവയ്ക്ക് മികച്ച സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് കുട്ടി വളരെ സുരക്ഷിതനായിരിക്കും. പ്രായം കൂടുന്നതനുസരിച്ച് സീറ്റിംഗ് പൊസിഷൻ റിയർ ഫേസിങ്ങിൽ നിന്നും ഫ്രണ്ട് ഫേസിംഗ് ആക്കി മാറ്റാവുന്നതാണ്. ഇനി തുടക്കത്തിൽ കാണിച്ച വാർണിംഗ് ലേബൽ എന്താണെന്ന് നോക്കാം. ഫ്രണ്ട് പാസഞ്ചർ എയർ ബാഗുള്ള കാറുകളിൽ ഫ്രണ്ട് സീറ്റിൽ റിയർ ഫേസിംഗ് ചൈൽഡ് സീറ്റ് ഉപയോഗിക്കരുത് എന്നാണ് അതിൽ പറയുന്നത്. കാരണം ഒരു കൊളീഷനിൽ എയർ ബാഗ് വിടരുന്നതിൻ്റെ വേഗത 320 km/h. ഇതിൻ്റെ ഇമ്പാക്റ്റ് പൂർണ്ണമായും ചൈൽഡ് സീറ്റിലായിരിക്കും എന്നതുകൊണ്ട് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ചില കാറുകളിൽ ഫ്രണ്ട് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാൻ സംവിധാനമുണ്ട്. അത്തരം കാറുകളിൽ ഈ സീറ്റ് അപകടമില്ല എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കാണ് ബൂസ്റ്റർ സീറ്റ് ഉപയോഗിക്കേണ്ടത്. വാഹനങ്ങളിൽ നിർമ്മാതാവ് നൽകിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ മുതിർന്നവർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റ്. ഒരു 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഇടുപ്പിലൂടെ കടന്നു പോകുന്ന ലാപ്പ് ബെൽറ്റ്, 2 നെഞ്ചിന് കുറുകെ കടന്നു പോകുന്ന ഷോൾഡർ ബെൽറ്റ്. ബൂസ്റ്റർ സീറ്റ് ഇല്ലാതെ മുതിർന്ന കുട്ടികളെ സ്റ്റാൻഡേർഡ് സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുമ്പോൾ ലാപ്പ് ബെൽറ്റ് അവരുടെ വയറിലൂടെയും ഷോൾഡർ ബെൽറ്റ് കഴുത്തിനോട് ചേർന്നും കടന്നു പോകും. ഒരു സഡൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ കൊളീഷൻ വന്നാൽ അവരുടെ ആന്തരിക ഭാഗങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബൂസ്റ്റർ സീറ്റുകളിൽ ഇരുത്തിയ ശേഷം മാത്രമേ മുതിർന്ന കുട്ടികളെ സ്റ്റാൻഡേർഡ് സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കാവൂ എന്നോർക്കുക. സീറ്റ് ബെൽറ്റ് തന്നെയാണ് പ്രാഥമിക സുരക്ഷാ സംവിധാനം. എയർ ബാഗ് ഉള്ള വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുമ്പോൾ ഒരു ക്രാഷ് ഉണ്ടായാൽ എയർ ബാഗ് വിടരുന്ന ശക്തി തന്നെ ഗുരുതരമായ ക്ഷതമേൽപ്പിച്ചേക്കാം. ഇനി ചൈൽഡ് സീറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് മോട്ടോർ വാഹന നിയമത്തിൽ എന്തു പറയുന്നുവെന്ന് നോക്കാം. സെക്ഷൻ 194B പ്രകാരം
14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ സീറ്റ് ബെൽറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം കൊണ്ടോ സുരക്ഷിതമാക്കാതെ ഒരു മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ശിക്ഷാർഹരാണ്. വലിയ വില കൊടുത്ത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാറുകൾ നമ്മൾ വാങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റും വാങ്ങാൻ മറക്കരുത്. യാത്രകളിൽ അമ്മമാരുടെ മടിയിലിരുത്തി കുട്ടികളെ കൊണ്ടുപോകുന്നതിനേക്കാൾ സുരക്ഷിതത്വം ഈ ചൈൽഡ് സീറ്റ് മക്കൾക്ക് നൽകും. അതുകൊണ്ട് യാത്രകളിൽ കുഞ്ഞുങ്ങളെ ചൈൽഡ് സീറ്റിൽ ഇരുത്തി കൊണ്ടുപോകുക. ചൈൽഡ് സീറ്റ് നൽകുന്ന സുരക്ഷിതത്വം നമ്മുടെ മക്കളിൽ ഒരു പുഞ്ചിരി വിടർത്തട്ടെ.